മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ചമ്മി നാറിയ ഷാനവാസിനെ നമുക്ക് കാണാം കേട്ടോ. നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. വേറൊന്നുമല്ല, ആര്യൻ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലൈവില് ഷാനവാസിന്റെ ആ മുഖത്ത് നിന്ന് ആ സങ്കടവും ആ ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് കാണാം. എന്തായാലും തർക്കിച്ച് തീർക്കുന്നുണ്ട്. ആര്യനും അക്ബറും ഒക്കെ ആയിട്ട് ഷാനവാസ് നല്ല രീതിയിൽ തർക്കിക്കുന്നുണ്ട്. ഇപ്പോഴും ഷാനവാസ് പറയുന്നത് ടാസ്ക് പൊളിഞ്ഞു, ടാസ്ക് നിങ്ങൾ എവിടെ കംപ്ലീറ്റ് ആക്കി, ആ അജ്ഞാതനെ നിങ്ങൾക്ക് വീടിനുള്ളിൽ കയറ്റാൻ പറ്റിയില്ലല്ലോ, ആരും കാണാതെ കയറ്റാൻ പറ്റിയില്ലല്ലോ, ഞങ്ങൾ കണ്ടുപിടിച്ചില്ലെന്നൊക്കെയാണ് ഷാനവാസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവരെയും ലിവിംഗ് റൂമിൽ കൊണ്ടിരുത്തി ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു, ആര്യനും ടീമിനും അഭിനന്ദനങ്ങൾ, ഇപ്പോൾ ടാസ്ക് പൂർത്തിയായിരിക്കുകയാണ് എന്നൊക്കെ. അങ്ങനെ സീസൺ 1 വിജയ് സാബുമോനും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. സാബുമോൻ കുറച്ച് ദിവസം ഇനി ഇവരുടെ കൂടെ ഉണ്ടാവും. സാബുമോൻ കുറച്ചധികം നേരം ടോയ്ലറ്റിലിരുന്നു. അതിനുശേഷമാണ് പുറത്ത് വന്നത്. പുറത്ത് വന്ന സമയത്ത് ഷാനവാസിന്റെ ഒരു ഷോ അവിടെയും ഉണ്ടായിരുന്നു. പൊളിഞ്ഞടാ, നിങ്ങളുടെ ടാസ്ക് പൊളിഞ്ഞടാ, ദേ ഞങ്ങൾ ഇയാളെ കണ്ടുപിടിച്ചടാന്നൊക്കെ പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ കിടന്നൊരു ഷോയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയതും ആര്യനും ടീമിനും അഭിനന്ദനങ്ങൾ പറഞ്ഞതും ടാസ്ക് പൂർത്തിയാക്കി എന്നൊക്കെ പറഞ്ഞത്. അത് കേട്ടപ്പോഴേ ഷാനവാസിന്റെ മുഖം മാറിയിരുന്നു. പിന്നീട് എന്തൊക്കെയാണ് നടന്നതെന്ന് ആര്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഷാനവാസ് ഇതിനിടയിൽ ഷോ കാണിക്കാൻ വേണ്ടി വലിയ മാസ് ഡയലോഗ് അടിച്ചിരുന്നു. ആര്യനും അക്ബറും എന്നെ കൺവിൻസ് ചെയ്യാൻ വന്നിരുന്നു, ഈ ടാസ്ക് കളിക്കാൻ വരണം, ടീമിലേക്ക് ചേരണം എന്നൊക്കെ പറഞ്ഞ്. ഇവർ വിചാരിച്ചത് 2 ചിക്കൻ പീസിൽ ഞാൻ വീഴുമെന്നാണ്. ഇത്രയും മാസ് ഡയലോഗൊക്കെ അടിച്ച ആള് ഇവർക്ക് ലാസ്റ്റ് കിട്ടിയ ബിരിയാണി ഇവർ കുറച്ച് മാറ്റി വെച്ചിരുന്നു. അത് ഒരു നാണവുമില്ലാതെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ ബിരിയാണിയെങ്കിലും കഴിക്കാതിരിക്കണമായിരുന്നു. പക്ഷേ ആദില അതിൽ നിന്നും ഒരു ബൈറ്റ് പോലും കഴിക്കുന്നില്ല കേട്ടോ. നൂറ പറയുന്നുണ്ട് ബിരിയാണി ഒരു വായെങ്കിലും കഴിക്കുക. ആദില പറയുന്നുണ്ട് എനിക്ക് ബിരിയാണി വേണ്ട, ഞാൻ കിച്ചൺ ടീം ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചോളാമെന്ന്. പക്ഷേ മാസ് ഡയലോഗ് അടിച്ച ഷാനവാസ് ആ ഡയലോഗൊക്കെ മറന്ന് ചിക്കൻ ബിരിയാണി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഷാനവാസ് തന്നെ അനുമോളോടും നൂറയോടും ഒക്കെ ചോദിക്കുന്നുണ്ട്, അഭിനന്ദനങ്ങൾ എന്ന് ബിഗ് ബോസ് എന്തിനാണ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ടാസ്ക് കംപ്ലീറ്റ് ആയില്ലല്ലോ, അവർക്ക് ആ അജ്ഞാതനെ ആരും കാണാതെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറ്റിയില്ലല്ലോ, നമ്മൾ ടാസ്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തില്ലേ, പിന്നെ എങ്ങനെയാണ് ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത്? ഷാനവാസ് ഇപ്പോഴും അതിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാനവാസിന് ടാസ്ക് കംപ്ലീറ്റ് ആയെന്ന് ബിഗ് ബോസ് അറിയിച്ചത് ഇതുവരെ തീരെ ബോധിച്ചിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ടാസ്കിനെ ടാസ്കായിട്ട് കാണാൻ ഷാനവാസിന് അറിയത്തില്ല. ഇപ്പോഴും ഈഗോ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ആരും കലക്കി, അതെനിക്കിഷ്ടപ്പെട്ടു. പ്രൊമോ കണ്ടപ്പോൾ ഞാനും കരുതിയത് ഷാനവാസ് ചതിച്ച് ഈ ടാസ്കും കുളമാക്കിയെന്നൊക്കെയാണ്. പക്ഷേ ബിഗ് ബോസ് എന്തായാലും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ടാസ്ക് ആരും കംപ്ലീറ്റ് ചെയ്തു എന്നാണ്. എന്തായാലും ആര്യൻ പൊളിയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ആദിലയും നൂറയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു, ഇവർ അഭിനയിച്ച് തകർക്കുകയായിരുന്നു, അക്ബറിന്റെ അഭിനയം കണ്ടപ്പോഴേ മനസ്സിലായതെന്നൊക്കെ. പക്ഷെ ഒരു ചുക്കുമില്ല, ഇവർക്കാർക്കും ഒരു ഡൗട്ട് പോലും അടിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഷാനവാസിനെ അപ്രോച്ച് ചെയ്തതിലാണ് ഇവർക്കൊരു മണ്ടത്തരം പറ്റിയത്. ഷാനവാസ് ഇവരോട് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇവരിപ്പോൾ ഒന്നും അറിയില്ല. ആര്യനും അക്ബറുമൊക്കെ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഈ ടാസ്ക് ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒരു ടാസ്ക് സക്സസ്ഫുള്ളായി. ആര്യൻ ഈ ടാസ്കിൽ വിജയിച്ചതിൻ്റെ ഒരു ചൊരുക്കും സങ്കടമൊക്കെ ആയിരിക്കാം രാത്രിയിൽ പ്രൊമോയിൽ കണ്ടതുപോലെ കയ്യാങ്കളിയൊക്കെ ആവുന്നത് ഷാനവാസും ആര്യനും തമ്മിൽ. എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.